ഇന്ത്യ മുന്നണിയുടെ ഒരു നല്ല കാലമാണ്. ഓരോ ദിവസവും കഴിയുന്നിടത്തോളം നല്ല വാർത്തകൾ വരികയാണ്. അതുപോലെ തന്നെ സാധ്യതകൾ കൂടി കൂടി വരികയാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് വളരെ അധികം ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. കെജ്രിവാളിന്റെ അറസ്റ്റും അതിനെ തുടർന്ന് വന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ അതിന്റെ ഒരു സ്വാധീനം ഈ കേവലം ഡൽഹിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്ത്യ ഒട്ടാകുണ്ട്. പ്രത്യേകിച്ച് യു.പിയില്, പഞ്ചാബില്, ഹരിയാന പരിസര പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളില്, ഉത്തരേന്ത്യ മുഴുവൻ അത് വൈകാരികമായ ഒരു വിഷയമായി ഉയർന്നു വന്നതാണ്. കെജ്രിവാൾ അത്ര വലിയ ഒരു അഴിമതിക്കാരൻ അതോടൊപ്പം ജനങ്ങളുടെ ഹൃദയത്തിന് മനസ്സിലില്ല, ഒരിക്കലുമില്ല. പിന്നെ അദ്ദേഹത്തോട് ചെയ്തത് വളരെ കൂടുതൽ ആവശ്യപ്പെടുന്ന ആവറേജ് ജനങ്ങളുടെ ആളുകളുടെ മുഴുവൻ ഒരു വികാരമുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ സംഭവിച്ച കേജ്രിവാളിന് എതിരായ ഈ സംഭവം, ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും. മാത്രമല്ല, ഇന്ത്യൻ നീതിപീഠം ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി കൂടുതൽ വരികയാണ്. കാരണം മറ്റെവിടെ പോകാൻ ആ നീതി കെജ്രിവാളിനോട് ചെയ്തത് വളരെ ക്രൂരമായി പോയി എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയതാണ്. ഒരുപക്ഷെ നിഷ്പക്ഷമായി പറഞ്ഞാൽ മുഴുവൻ ലോകവും വിലയിരുത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജാമ്യം കിട്ടിയത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കും. അക്കാര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ ോടാണല്ലോ എപ്പോഴും ജനങ്ങളുടെ അല്ലാതെ ഈ ജനങ്ങളെ ബിജെപിയുടെയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന പ്രചരണ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ബി.ജെ.പി അവരുടെ തോൽവിക്കാക്കുന്നുണ്ട്. കാരണം അവരുടെ തോൽവി ഭയന്നിട്ടാണ് ഈ ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിരുദ്ധ വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് സാധാരണക്കാരുമാണ് ആ പ്രചരണ രീതിയെ വിലയിരുത്തുന്നത്. അവിടെയാണ് കേജ്രിവാളിന്റെ രംഗപ്രവേശം ഉണ്ടാവുക. തീർച്ചയായും ഡബിൾ ഇഫക്റ്റാവും. അല്ലെങ്കിൽ തന്നെ ബി.ജെ.പി തോൽക്കാൻ പോകുന്നു എന്നൊരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും എന്ന ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. അവിടെയാണ് ഒരു വീണ പോരാളിയായി കേജ്രിവാള് തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഒരു വ്യത്യസ്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ആവേശത്തോടുകൂടി ഉണ്ടാവും എന്ന് വേണം. സാധാരണ ഗതിയിൽ അങ്ങനെ ചെയ്താൽ കെജ്രിവാൾ അവിടെ കിടന്നുകൊള്ളും എന്നാണ് കരുതിയിട്ടുണ്ടാവുക. പക്ഷെ നീതിക്ക് വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു. അതാണ് വളരെ എന്താ പറയുക, സാധാരണമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ കാര്യത്തിൽ ഇടപെട്ടു. നേരത്തെയും പിന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ, കേജ്രിവാൾ ഒരു അഴിമതിക്കാരനാണോ എന്നുള്ള ചോദ്യം സുപ്രീം കോടതി ഉണ്ടായിരുന്നു. അങ്ങനെയല്ല എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ നീതി കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നീതിപീഠം ഇടപെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും.